ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. 2026 ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഇന്നത്തെ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് 55 റൺസിന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ആദ്യം ബാറ്റ് ചെയ്ത സൺറൈസേഴ്സ് ഹൈദരാബാദ് 255 റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ 200 റൺസ് മാത്രമാണ് നേടിയിരിക്കുന്നത്. ഈ മത്സരത്തിന് വലിയ പ്രാധാന്യമില്ല, കാരണം രണ്ട് ടീമുകളും ഓൾറെഡി പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്ത ടീമുകളാണ്. ആകെയുള്ള ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദിന് 166 റൺസിൽ താഴെ RCBയെ ഓൾ ഔട്ട് ആക്കാനായിട്ട് സാധിക്കുകയായിരുന്നെങ്കിൽ ആ ടോപ്പ് 2 പൊസിഷനിലേക്ക് എത്താനായിട്ട് സാധിക്കും എന്നുള്ളത് മാത്രമായിരുന്നു. അതായത് 166 റൺസ് എന്ന് പറയുമ്പോൾ 255 SRH നേടിയത്. 166 റൺസും ഏകദേശം ഒരു 90 റൺസിൻ്റെങ്കിലും ഒരു ഡെഫിസിറ്റിൽ ജയിക്കാൻ സാധിച്ചാൽ മാത്രമാണ് SRHന് ആ ടോപ്പ് 2 പൊസിഷനിലേക്ക് എത്താനായിട്ട് സാധിക്കുക. ഏതായാലും ആ ടോപ്പിൽ വരുന്ന 3 ടീമുകളും 14 മത്സരങ്ങളും പൂർത്തിയാക്കിയിരിക്കുകയാണ്. എല്ലാ ടീമുകൾക്കും 18 പോയിന്റുകളാണ് ഉള്ളത്. പക്ഷേ ടേബിളിൽ നെറ്റ് റൺ റേറ്റിന്റെ പിൻബലത്തിൽ RCB തന്നെയാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. തൊട്ട് താഴെ നിൽക്കുന്നത് ഗുജറാത്ത് ടൈറ്റൻസ് ആണെങ്കിൽ 3ാമത്തെ പൊസിഷനിലാണ് SRHന്റെ സ്ഥാനം എന്ന് പറയുന്നത്. ആദ്യ 2 ടീമുകൾ തമ്മിലാണ് ആദ്യത്തെ ക്വാളിഫയർ മത്സരം നടക്കുക. ആ ജയിക്കുന്ന ടീം നേരെ ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യും. തോൽക്കുന്ന ടീമിന് ഒരു അവസരം കൂടെ ഉണ്ട്. 3ാമത്തെയും 4ാമത്തെയും ടീമിൽ തമ്മിൽ കളിക്കുന്ന എലിമിനേറ്ററിൽ ജയിക്കുന്ന ടീമുമായിട്ട് ഒരു ക്വാളിഫയർ കൂടെ കളിക്കാനുള്ള അവസരം ലഭിക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ ടോപ്പ് 2 ടീമിലേക്ക് എത്താനായിട്ട് എല്ലാ ടീമുകളും പാടുപെടുന്നത്. ഏതായാലും ഇന്ന് SRH ഒരു മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചതെങ്കിൽ കൂടെ അവർക്ക് 2ാമത്തെ പൊസിഷനിലേക്കോ അല്ലെങ്കിൽ 1ാമത്തെ പൊസിഷനിലേക്കോ എത്താനായിട്ട് സാധിച്ചില്ല. ഏതായാലും മത്സരത്തിന്റെ തുടക്കത്തിലേക്ക് വരുമ്പോൾ ടോസ് ജയിച്ച SRH ആദ്യം തന്നെ ബാറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. അവരുടെ സ്വന്തം ഗ്രൗണ്ടായിട്ടുള്ള ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം നടന്നത്. നല്ല ഒരു ബാറ്റിംഗ് പറുദീസയാണ് ഹൈദരാബാദിലെ സ്റ്റേഡിയം എന്ന് നമുക്കറിയാം. എപ്പോഴും നല്ല ബാറ്റിംഗ് വിക്കറ്റാണ് അവിടുത്തെ ക്യൂരേറ്റർ ഒരുക്കാനുള്ളത്. ഒട്ടും ഗ്രാസ് ഇല്ലാത്ത അല്ലെങ്കിൽ ഒട്ടും തന്നെ ഡ്രൈ അല്ലാത്ത പിടിച്ചു വരാത്ത നല്ല ഒരു ബാറ്റിംഗ് സർഫസ് ആണ്. ആ സർഫസിൽ മാക്സിമം റൺസ് പവർ പ്ലേയിലും അല്ലാത്ത ഫേസുകളിലും ഒക്കെ അടിച്ചു കൂട്ടുക എന്നുള്ളത് തന്നെയാണ് ഒരു ടീമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. SRHനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടോപ്പിൽ വരുന്ന ബാറ്റർമാർ എല്ലാവരും തന്നെ മികച്ച ഫോമിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓപ്പണിംഗ് സ്ലോട്ടിലുള്ള ട്രാവിസ് ഹെഡ് ആണ് കുറച്ചെങ്കിലും ഒരു ഫോമിന്റെ ഒരു മങ്ങലിൽ നിൽക്കുന്നത്. മറ്റുള്ള എല്ലാവരെയും നോക്കിക്കഴിഞ്ഞാൽ അഭിഷേക് ശർമ്മ മികച്ച ഫോമിലാണ്, ഇഷാൻ കിഷൻ മികച്ച ഫോമിലാണ്. 2 ഡൗൺ പൊസിഷനിൽ ബാറ്റ് ചെയ്യാൻ വരുന്ന ഹെൻറിച്ച് ക്ലാസിന്റെ കാര്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും തന്നെ നല്ല ഫോമിലാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ എല്ലാവരുടെയും ഒരു നല്ല കോൺട്രിബ്യൂഷൻസ് ഇനീഷ്യൽ ഘട്ടത്തിൽ വന്നതുകൊണ്ട് തന്നെ 255 എന്ന് പറയുന്ന ഒരു വലിയ സ്കോറിലേക്ക് എത്താനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തു. അഭിഷേക് ശർമ്മയുടെ ബാറ്റിങ്ങിനെ നമ്മൾ ഈ മത്സരത്തിൽ ഒന്ന് വളരെ വിശദമായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ബാറ്റ് സ്വിംഗ് ആണ്. ഇന്നത്തെ മത്സരത്തിലും ആ സുയാഷ് ശർമ്മയെ അദ്ദേഹം ഒരു ഓവറിൽ 2 സിക്സറുകൾ നേടുന്നത് നമ്മൾ കണ്ടിരുന്നു. ആ 2 സിക്സറുകൾ നേടുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ബാറ്റ് സ്വിംഗ് വളരെ നല്ല പൊക്കമുള്ള ഒരു താരമാണ് അദ്ദേഹം. ഒപ്പം തന്നെ അദ്ദേഹം ബാറ്റ് പിടിക്കുന്നത് എപ്പോഴും നല്ല ആ ബാറ്റിന്റെ ഗ്രിപ്പിന്റെ ഏറ്റവും മുകൾ ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് ആ ഒരു സ്വിംഗ് അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. വലിയ സിക്സറുകൾ അടിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ബാറ്റ് സ്വിംഗ് ആണ്. അത് വളരെ മനോഹരമായിരുന്നു. പക്ഷെ RCBയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ വളരെ നല്ല ക്യാച്ചുകൾ പലതും എടുക്കാൻ അവർക്ക് അവസരമുണ്ടായിരുന്നു. പക്ഷെ പലതും അവർ നഷ്ടപ്പെടുത്തുന്നത് നമ്മൾ കാണുകയും ചെയ്തു. ട്രാവിസ് ഹെഡ് ആദ്യം തന്നെ പുറത്തായെങ്കിലും പിന്നീട് അതിനുശേഷം ഇഷാൻ കിഷനെ കൂട്ടുപിടിച്ച് കൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമാണ്. ഇഷാൻ കിഷന്റെയും ഒരു പ്രത്യേകത ഇത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ബാറ്റ് സ്വിംഗ് നല്ല മനോഹരമായിട്ടുള്ള ഒരു ബാറ്റ് സ്വിംഗ് ആണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഒരു ശരീരത്തിൽ നിന്ന് ഇത്രയും ശക്തമായ ഷോട്ടുകൾ എങ്ങനെയാണ് വരുന്നത്? അതുകൊണ്ട് തന്നെ പോക്കറ്റ് ഡൈനാമോ എന്ന് വിളിക്കുന്നതിന്റെ കാരണം തന്നെ അതാണ്. അത്രയ്ക്കും നല്ല വലിയ സിക്സറുകൾ നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ്. മറുപടി RCBയുടെ ബൗളിംഗ് നിരയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം അവരുടെ 3 പേസർമാരും ഈ ഒരു വർഷം മികച്ച രീതിയിലാണ് ബൗളിംഗ് പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഭുവനേശ്വർ കുമാറും അതുപോലെ തന്നെ ജോഷ് ഹേസിൽവുഡും എല്ലാവരും തന്നെ മികച്ച പ്രകടനങ്ങളാണ്. പക്ഷേ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഭുവനേശ്വർ കുമാറാണ് ഈ വർഷം ആദ്യം അവർക്ക് വിക്കറ്റ് നേടിക്കൊടുക്കുന്ന ഒരു താരം എന്ന് പറയുന്നത്. പവർ പ്ലേയിൽ തന്നെ എതിർ ടീമിന്റെ 2-3 വിക്കറ്റുകൾ നേടാനായിട്ട് എല്ലാ മത്സരങ്ങളിലും ഭുവനേശ്വർ കുമാറിന് സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ജോഷ് ഹേസിൽവുഡ് ആ വിക്കറ്റ് എടുക്കും, അല്ലെങ്കിൽ റസിക് സലാം ആ വിക്കറ്റ് എടുക്കും. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റി അവരുടെ ഒരു നിരയിൽ കണ്ടില്ല. ഇന്ന് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പവർ പ്ലേയിൽ ഭുവനേശ്വർ കുമാർ നല്ലപോലെ റൺസ് വഴങ്ങി എന്നുള്ളതാണ്. അതാണ് അവരുടെ പിന്നോട്ടടിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. സാധാരണയായിട്ട് പ്രധാനപ്പെട്ട 1-2 വിക്കറ്റുകൾ അദ്ദേഹത്തിന് എടുക്കാൻ സാധിക്കാറുണ്ട്. ഇന്ന് അത് സംഭവിച്ചില്ല. ജോഷ് ഹേസിൽവുഡാണ് പവർ പ്ലേയിൽ കുറച്ചൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു ബൗളിംഗ് പ്രകടനം കാഴ്ചവെച്ചത്. റസിക് സലാമിന്റെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു യോർക്കറിലാണ് ഇന്ന് ട്രാവിസ് ഹെഡ് ഔട്ടായത്. പക്ഷെ അതിനുശേഷം നോർമലി നമ്മൾ ഈ സീസൺ ടോട്ടലി പരിശോധിക്കുകയാണെങ്കിൽ ജോഷ് ഹേസിൽവുഡിന്റെ പ്രകടനം അത്ര മികച്ചതാണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. പവർ പ്ലേയിൽ അദ്ദേഹം പലപ്പോഴും റൺസ് വഴങ്ങാറുണ്ടെങ്കിലും അതിനുശേഷമുള്ള
ആ ഒരു മിഡിൽ ഫേസിലും ഡെത്ത് ഓവറിലേക്കും വരുമ്പോൾ അവിടെ നല്ല ബൗളിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ജോഷ് ഹേസൽവുഡിന് സാധിക്കാറുണ്ട്. പലപ്പോഴും നമ്മളത് കാണാറുണ്ട്. പക്ഷേ ഇന്നത്തെ മത്സരത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം പവർ പ്ലേയിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള ബൗളിംഗ് പ്രകടനമായിരുന്നെങ്കിൽ ആ ഒരു മിഡിൽ ഫേസിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് നല്ലപോലെ റൺസ് വഴങ്ങേണ്ടി വന്നു, അല്ലെങ്കിൽ നല്ലപോലെ അദ്ദേഹത്തിനെ കൈകാര്യം ചെയ്യാനായിട്ട് SRHന്റെ ബാറ്റർമാർക്ക് സാധിച്ചു എന്നുള്ളതാണ്. SRHന്റെ ഒരു പവർ പ്ലേയിലുള്ള പ്രകടനങ്ങളൊക്കെ മികച്ചതായിരുന്നു. 63 റൺസ് എന്ന് പറയുന്ന ഒരു നല്ല സ്കോറിലേക്ക് എത്താനായിട്ട് സാധിച്ചു. അവിടെ നിന്നിട്ടാണ് പിന്നെ അവരൊരു ഗിയർ ഷിഫ്റ്റ് ചെയ്തത്. അവിടെ നിന്നിട്ട് പിന്നെ ആ ഒരു മിഡിൽ ഫേസിലുള്ള ഒരു പ്രകടനം മികച്ചതായിരുന്നു. അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 12 ഓവറിന് ശേഷം, അതായത് 13ാമത്തെ ഓവർ തൊട്ടിട്ട് 17ാമത്തെ ഓവർ വരെ, 18ാമത്തെ ഓവർ വരെ 2 ഓവർ ബാക്കിയുള്ളപ്പോൾ, അതായത് ആ 6 ഓവറിൽ നിന്ന് 109 റൺസാണ് ഇഷാൻ കിഷനും അതുപോലെ ഹെൻറിച്ച് ക്ലാസനും കൂടെ നേടിയത് എന്നുള്ളതാണ്. രണ്ടുപേരുടെയും മികച്ച ഒരു ബാറ്റിംഗ് പ്രകടനം ആ സമയത്ത് കാണാനായിട്ട് സാധിച്ചു. ഇഷാൻ കിഷനും ഹെൻറിച്ച് ക്ലാസനും തമ്മിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ, ഹെൻറിച്ച് ക്ലാസനെ നമ്മൾ എപ്പോഴും പറയുന്നതാണ് ലോകത്തിലുള്ള ഈ T20 ക്രിക്കറ്റർമാരിൽ ഏറ്റവും മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കുന്ന, അല്ലെങ്കിൽ സ്പിന്നർമാരെ ഇത്ര മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ബാറ്റർ ലോക ക്രിക്കറ്റിൽ ഉണ്ടോ എന്ന് സംശയമാണ്. കാരണം സ്പിന്നർമാരുടെ ലെങ്ത് ചെറുതായിട്ടൊന്ന് മാറിപ്പോയാൽ, എങ്ങനെയെങ്കിലും ഒന്ന് പിഴച്ചു പോവുകയാണെങ്കിൽ അത് സിക്സ് അടിക്കാൻ പറ്റുന്ന ഒരു താരമാണ് ഹെൻറിച്ച് ക്ലാസൻ. അതായത് കയറി വീണാലും സിക്സ് അടിക്കും, ഒരു ഗുഡ് ലെങ്ത്തിൽ വീണാൽ പോലും ബാക്ക് ഫുട്ടിൽ പോയിട്ട് നേരെ സിക്സ് അടിക്കാൻ, അല്ലെങ്കിൽ ആ മിഡ് വിക്കറ്റിലേക്ക് കൺട്രിയിലേക്കൊക്കെ സിക്സ് അടിക്കാൻ പറ്റുന്ന ഒരു ബാറ്റിംഗ് പവർ അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അവിടെ പോയിട്ട് ആ ഒരു ലെങ്ത്തിൽ, ഒരു ഗുഡ് ലെങ്ത്തിൽ പോയിട്ട് ബാക്ക് ഫുട്ടിൽ പോയിട്ട് സിംഗിൾ എടുക്കുന്നതും അല്ലെങ്കിൽ കട്ട് ഷോട്ടിലൂടെ ബൗണ്ടറി നേടുന്നതൊക്കെ ഒരുപാട് ബാറ്റർമാർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെ പോയിട്ട് അത് സിക്സ് അടിക്കുക എന്ന് പറയുന്നത്, ആ ഒരു ലെങ്ത്തിൽ നിന്ന് അതിനെ പിക്ക് ചെയ്ത് സിക്സ് അടിക്കുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇന്ന് നമ്മൾ ഭുവനേശ്വർ കുമാറിന്റെ ഒരു ബോള് അതുപോലെ ബാക്ക് ഫുട്ടിൽ പോയിട്ട് ആ ഒരു കവേഴ്സിന്റെയും ആ ഒരു ലോങ് ഓഫിന്റെയും ഇടയിലൂടെ ഒരു സിക്സ് അടിക്കുന്നത് കണ്ടു. അത് ഇതുപോലെ തന്നെ ബാക്ക് ഫുട്ടിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ബാറ്ററാണ് ഹെൻറിച്ച് ക്ലാസൻ എന്ന് നമുക്ക് പറയാതിരിക്കാനാവില്ല. അദ്ദേഹത്തിന്റെ ഒരു ബാറ്റിംഗ് പ്രകടനം ഈ ഒരു വർഷം SRHനെ സംബന്ധിച്ച് വലിയ മുതൽക്കൂട്ടാവുന്നു എന്നുള്ളത് നമുക്കറിയാം. വലിയൊരു തുകയ്ക്കാണ് അദ്ദേഹത്തിന് അവർ ടീമിൽ നിലനിർത്തിയത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 23 കോടി രൂപയ്ക്കാണ് അദ്ദേഹത്തിന് ടീമിൽ നിലനിർത്തിയത്. ആ 23 കോടി രൂപയുടെ പെർഫോമൻസ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ കളിക്കുന്നില്ല, അതിൽ നിന്ന് റിട്ടയർ ആയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് റിട്ടയർ ആയ നിക്കലസ് പൂരനൊക്കെ പോലെയുള്ള താരങ്ങൾ വലിയ മോശം ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ മറുഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ഹെൻറിച്ച് ക്ലാസൻ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. മികച്ച ബാറ്റിംഗ് ആണ് എല്ലാ മത്സരങ്ങളിലും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എപ്പോഴും പറയുന്നതാണ്, പിച്ചിന്റെ കണ്ടീഷൻ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ ബാറ്റിങ്ങിനെ ബാധിക്കുന്നില്ല എന്നാണ് നമുക്ക് തോന്നാറുള്ളത്. പലപ്പോഴും കുറച്ചൊരു സ്ലോ ആയിട്ടുള്ള പിച്ച് ആണെങ്കിൽ പോലും അവിടെ മികച്ച ബാറ്റിംഗ് പ്രകടനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നത് കാണാറുണ്ട്. ഏതായാലും ഇഷാൻ കിഷന്റെയും അദ്ദേഹത്തിന്റെയും അതുപോലെ തന്നെ അഭിഷേക് ശർമ്മയുടെയും ഒരു അർദ്ധ സെഞ്ചുറിയാണ് 255 എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്താനായിട്ട് അവരെ സഹായിച്ചത് എന്നുള്ളതാണ്. ഏതായാലും RCBയുടെ ബൗളിംഗ് നിരയിലേക്ക് വരുമ്പോൾ അവിടെ ആർക്കും തന്നെ ഒരു മികച്ച ബൗളിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടില്ല. റൊമാരിയോ ഷെപ്പേർഡിനെ ഇങ്ങനെയുള്ള പിച്ചുകളിൽ അവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് എനിക്ക് തോന്നുന്നു 3 ഓവറാണ് അദ്ദേഹം ബൗൾ ചെയ്തത്. അതിൽ ആദ്യത്തെ 2 ഓവറിൽ തന്നെ 31ഓളം റൺസ് അദ്ദേഹം വഴങ്ങുകയും ചെയ്തു. ഈ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ബാറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് കൃണാൽ പാണ്ഡ്യനെ റീക്കാനായിട്ട് അവർ മടിക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ കൃണാൽ പാണ്ഡ്യ ഒരു വൈലി കസ്റ്റമറാണ്, ഒരു തന്ത്രശാലിയായിട്ടുള്ള ബൗളറാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഉപയോഗിക്കണം. അദ്ദേഹം എറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. റൊമാരിയോ ഷെപ്പേർഡ് നല്ല പിച്ചാണെങ്കിലും ഫാസ്റ്റ് ബോളർമാർക്ക് ഹെൽപ്പുള്ള പിച്ചാണെങ്കിലും എങ്ങനെയുള്ള പിച്ചാണെങ്കിലും ഒരു 15 റൺസ് എങ്ങനെയായാലും കൊടുക്കുന്ന ഒരു ബോളറാണ് ഒരു ഓവറിൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കൂടുതൽ ഉപയോഗിക്കുന്നത് RCBക്ക് പ്ലേ ഓഫിലേക്ക് ചെല്ലുമ്പോൾ അത്ര ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് പകരമായിട്ട് ഇതുപോലെ കൃണാൽ പാണ്ഡ്യനെ ഉപയോഗിക്കുകയാണെങ്കിൽ അദ്ദേഹം ഈ ഇഷാൻ കിഷനൊക്കെ പോലുള്ള ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണെങ്കിൽ പോലും, ഈവൻ അഭിഷേക് ശർമ്മ ആണെങ്കിൽ പോലും എങ്ങനെയെങ്കിലും എറിഞ്ഞ് ഒരു റണ്ണ് കൊടുത്ത് ആ ഒരു സ്ട്രൈക്ക് മാറ്റി റൈറ്റ് ഹാൻഡറെ സ്ട്രൈക്കിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതിയുണ്ട്. അത് ചെയ്യാനായിട്ട് മിടുക്കനായിട്ടുള്ള ഒരു താരമാണ് കൃണാൽ പാണ്ഡ്യ എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. പക്ഷെ അദ്ദേഹത്തിന് ഉപയോഗിക്കാതെ ഇതുപോലെ റൊമാരിയോ ഷെപ്പേർഡിനെ ഉപയോഗിക്കുന്നത് ഒരു ലാസ്റ്റ് ഘട്ടത്തിലേക്ക് വരുമ്പോൾ, പ്ലേ ഓഫിലേക്കൊക്കെ വരുമ്പോൾ അവർക്ക് എത്രത്തോളം ഗുണം ചെയ്യുമെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. മറുപടി ബാറ്റിംഗിലേക്ക് വരുമ്പോൾ ഈ 255 എന്ന് പറയുന്ന സ്കോർ എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. നല്ല ബാറ്റിംഗ് പറുദീസയാണെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും 255 എന്ന് പറയുമ്പോൾ ഏതെങ്കിലുമൊക്കെ താരങ്ങൾ ഒരുപാട് വലിയ സ്കോറുകൾ നേടേണ്ടതുണ്ട്. ഒപ്പം തന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആരെങ്കിലും ഒരു 16-17 ബോളുകളിൽ നിന്ന് അർദ്ധ സെഞ്ചുറി നേടണം, അല്ലെങ്കിൽ ഒരു 35-40 ബോളുകളിൽ നിന്ന് സെഞ്ചുറി നേടണം. ഇങ്ങനൊരു വലിയ പ്രകടനങ്ങൾ വന്നാൽ മാത്രമാണ് 255ന്റെ അടുത്തേക്കൊക്കെ എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ അതിനുള്ള ഒരു ഉദ്ദേശത്തിലാണോ RCB ബാറ്റ് ചെയ്തത് എന്നുള്ളൊരു സംശയമാണ്. കാരണം RCBയെ സംബന്ധിച്ചിടത്തോളം ഒരു 166 റൺസിന് മുകളിലേക്ക് എത്താൻ സാധിച്ചാൽ തന്നെ അവർക്ക് ഈ പോയിന്റ് ടേബിളിൽ ഏറ്റവും മുകളിൽ നിൽക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. പക്ഷേ ഇനീഷ്യൽ ഘട്ടത്തിൽ വെങ്കടേഷ് അയ്യരുടെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള പെർഫോമൻസ് നമ്മൾ കണ്ടു. ഇന്ന് ജേക്കബ് ബദൽ കളിച്ചിരുന്നില്ല. അതിന് പകരമായിട്ട് വെങ്കടേഷ് അയ്യർ കഴിഞ്ഞ മത്സരത്തിലുണ്ടായിരുന്നു. അത് ഈ മത്സരത്തിൽ രജത് പട്ടിദാർ തിരിച്ചു വന്നതുകൊണ്ട് ആ സ്ലോട്ട് അങ്ങനെ ഫില്ല് ചെയ്തിരിക്കുകയായിരുന്നു. നല്ല ഒരു തുടക്കം നൽകാനായിട്ട് വെങ്കടേഷ് അയ്യർക്ക് സാധിച്ചു എന്നുള്ളതാണ്. മികച്ച ഒരു ബാറ്റിംഗ് പ്രകടനം ഇനീഷ്യൽ ഘട്ടത്തിൽ അദ്ദേഹം കാഴ്ചവെച്ചു. വിരാട് കോഹ്ലി പുറത്തായതിനു ശേഷം പിന്നെ രജത്
പട്ടിദാറിന്റെ തിരിച്ചുവരവ് ആഘോഷമാക്കി അദ്ദേഹവും ഒരു അർദ്ധ സെഞ്ചുറി നേടി. ഈ സ്കോറുകളൊക്കെ ഇനി നമ്മൾ ഈ പറയുന്ന പോലെ പ്ലേ ഓഫിലേക്ക് പോകുമ്പോൾ അവർക്ക് ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മൾ ആ ഒരു പവർ പ്ലേ ഘട്ടം നോക്കുമ്പോൾ RCB കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ്, 75 റൺസിന് 2 വിക്കറ്റ് എന്ന് പറയുന്ന ഒരു നിലയിലായിരുന്നു. മറ്റൊരു 63 1 വിക്കറ്റ് ആയിരുന്നെങ്കിൽ ഇവർ 75 2 വിക്കറ്റ് പക്ഷേ ആ ഒരു സമയത്ത് നഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ മിഡിൽ ഫേസിലേക്ക് വരുമ്പോൾ SRHന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഈ ഇഷാൻ മലിംഗയും സാക്കിബ് ഹുസൈനും ഉണ്ട് എന്നുള്ളതാണ്. സാക്കിബ് ഹുസൈന്റെ ബൗളിംഗ് പ്രകടനത്തിൽ നമ്മൾ എപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹം ആദ്യമായിട്ടാണ് ഈ വർഷം IPL കളിക്കുന്നത്. പക്ഷേ ഒരു പതർച്ചയില്ലാതെ മികച്ച ബൗളിംഗ് പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നു. അദ്ദേഹം എറിയുന്ന ബോളുകൾ നോക്കിക്കഴിഞ്ഞാൽ 24 ബോളുകൾ ബോൾ ചെയ്താൽ അതിലൊരു 15 ബോളുകളിൽ കൂടുതലും സ്ലോ ബോളുകളാണ് എറിയുന്നത്. ആ സ്ലോ ബോളുകൾ തന്റെ റിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് മനോഹരമായിട്ട് ഡെലിവർ ചെയ്യാനും കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് എക്സിക്യൂട്ട് ചെയ്യാനുമായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ ടൂർണമെന്റിൽ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ഫാസ്റ്റ് ബോളേഴ്സിനെ നമ്മൾ എടുക്കുമ്പോൾ അദ്ദേഹമാണ് ഒരു ഫൈൻഡ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. ആ ഒരു ആം സ്പീഡ് ഒട്ടും തന്നെ കുറയ്ക്കാതെ, അതായത് ബോൾ ചെയ്യുന്ന സമയത്ത് ആം സ്പീഡ് ഒട്ടും തന്നെ കുറയ്ക്കാതെ, പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു റിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള സ്ലോ റണ്ണുകളാണ്, വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സ്ലോ റണ്ണുകളാണ്. അത് പിക്ക് ചെയ്യാനായിട്ട് ഒട്ടും ഈസി അല്ല. ബംഗ്ലാദേശിന്റെ മുസ്താഫിസ് റഹ്മാൻ എറിയുന്നത് പോലെ ഏകദേശം, അദ്ദേഹം ലെഫ്റ്റ് ആം പേസർ ആണെങ്കിൽ ഇദ്ദേഹം റൈറ്റ് ആം ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ ഏകദേശം ഒരുപോലെയാണ് രണ്ടുപേരുടെയും സ്ലോവറുകൾ എന്ന് എനിക്ക് തോന്നാറുണ്ട്. വളരെ ഡിഫിക്കൽട്ടാണ്. കുറച്ചും കൂടെ ബൗളർമാർക്ക് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഡ്രൈ ആയിട്ടുള്ള സർഫസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള സർഫസ് ആണെങ്കിൽ ഒട്ടും തന്നെ ഈസി അല്ല അദ്ദേഹത്തിനെ പിക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അത് ഡെലിവർ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് ഇന്ന് എടുക്കാൻ സാധിച്ചതും ഒരു സ്ലോ ബോളിലാണ്. നല്ല രീതിയിലാണ് അത് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഈ ടെന്നീസ് ബോൾ ഒരുപാട് ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള ഒരു താരമാണ്. അതുകൊണ്ട് തന്നെ ആ എക്സിക്യൂഷൻ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. മറ്റൊരു ബൗളർ എന്ന് പറയുന്നത് ഇഷാൻ മലിംഗയാണ്. ഇഷാൻ മലിംഗയുടെ ഭാഗത്തേക്ക് വരുമ്പോഴും അദ്ദേഹത്തിന്റെയും ഒരു ബൗളിംഗ് പ്രകടനം നമ്മൾ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ IPL കാണുമ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ ഡെലിവർ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ്. നല്ല രീതിയിൽ ആ എറിഞ്ഞു പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റി എന്ന് പറയുന്നത് വളരെ മികച്ചതാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ഒരു പാർട്ട്ണർഷിപ്പ് വരുമ്പോൾ അവിടെ പാറ്റ് കമ്മിൻസിന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ബൗളറായിട്ട് ഇഷാൻ മലിംഗ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഈ പ്ലേ ഓഫിലേക്ക് വരുമ്പോൾ അവർക്ക് വലിയ ഗുണം ചെയ്യുമെന്നുള്ള കാര്യമാണ്. പക്ഷേ പ്ലേ ഓഫിലേക്ക് വരുമ്പോൾ അവിടെ ഏത് തരത്തിലുള്ള പിച്ചുകളാണ് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത്. സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ മാത്രമാണ് അവർ കുറച്ച് പുറകിൽ നിൽക്കുന്നത്. ശിവാം കുമാർ ഒരു പുതുമുഖ താരമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ച് സമയം കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ ബൗളിംഗ് പ്രകടനം കുറച്ചൊന്ന് മോശമായി പോയി എന്നുള്ളതാണ്. പാറ്റ് കമ്മിൻസും അതുപോലെ തന്നെ ഇന്ന് കുറച്ചധികം റൺസ് വഴങ്ങുന്നുണ്ടായിരുന്നു. പക്ഷെ അവരുടെ നിലയിൽ ഒരുപാട് പേസർമാരുണ്ട്, ഒരുപാട് നല്ല ബൗളർമാരുള്ളത് കൊണ്ട് തന്നെ പിന്നെ 255 എന്ന് പറയുന്ന ഒരു വലിയ സ്കോർ അടിക്കുക എന്ന് പറയുന്നത് RCB പോലെയുള്ള ഒരു ടീമിനാണെങ്കിൽ പോലും ഒട്ടും തന്നെ ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് നമുക്കറിയാം. ഏതായാലും അടുത്തൊരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ പിച്ചിന്റെ ഒരു കണ്ടീഷനാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നല്ല ബാറ്റിംഗ് ട്രാക്കിൽ കളിക്കുമ്പോൾ SRHന്റെ പ്രകടനം എപ്പോഴും മികച്ചതാവാറുണ്ട്. പക്ഷെ കുറച്ചൊരു സ്ലോ ആയിട്ടുള്ള സർഫസിലേക്ക് വരുമ്പോൾ അവിടെ SRHന്റെ ബാറ്റർമാർ എന്തു ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അവിടെ ഒരു നല്ല ബാറ്റിംഗ് പ്രകടനം അവർക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. കുറച്ചൊരു സ്ലോ ആയിട്ടുള്ള സർഫസ് ആണെങ്കിൽ അവിടെ സാക്കിബ് ഹുസൈനെയും ഇഷാൻ മലിംഗിനെയൊക്കെ ബൗളറിനെ പോലെയുള്ള ബൗളർമാരെ വെച്ച് നല്ലപോലെ തിരിച്ചു പിടിക്കാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്യും. ഏതായാലും വലിയ പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്ന ഒരു മാച്ച് ആയിരുന്നില്ല. SRHനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന നമ്പർ 2 പൊസിഷനിലേക്കോ നമ്പർ 1 പൊസിഷനിലേക്കോ എത്താൻ സാധിക്കുമെന്നുള്ളത് മാത്രമായിരുന്നു ഒരു സാധ്യത എന്ന് പറയുന്നത്. പക്ഷെ അത് എത്താനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ആദ്യ ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടുമെന്നുള്ളതാണ്. ഏതായാലും ഇനിയും മത്സരങ്ങൾ വരാൻ പോകുന്നു. ഇനിയുള്ള മത്സരങ്ങളിലെല്ലാം തന്നെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള മത്സരങ്ങളാണ്. ആ മത്സരങ്ങളിലാണ് 4ാമത്തെ ടീം, അതായത് SRHുമായിട്ട് എലിമിനേറ്ററിൽ കളിക്കാൻ പോകുന്ന ടീം ഏതാണെന്ന് തീരുമാനിക്കപ്പെടുക. നാളെയും മറ്റന്നാളും ഒക്കെ നടക്കുന്ന മാച്ചുകളിലാണ്. മറ്റന്നാൾ വൈകുന്നേരം ആവുമ്പോഴേക്കും, ശനിയാഴ്ച വൈകുന്നേരം ആവുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു പിക്ചർ ലഭിക്കും ആരാണ് ഇതിന്റെ 4ാമത്തെ ടീമായിട്ട് IPL 2026 പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ പോകുന്നത്. ഏതായാലും എക്സൈറ്റിംഗ് ആയിട്ടുള്ള മാച്ചുകളുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.